ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ ലീവായ കാരണം കൊണ്ട് തന്നെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആട്ടയല്ല കേട്ടോ എടുക്കുന്നത്. ഇവിടെ തന്നെ കഴുകി പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പാണ്. ഇതിലേക്ക് ഞങ്ങൾ നല്ല ചൂടുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് ചൂടധികം മാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള അമ്മിക്കുട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇടിക്കും. എന്നിട്ടാണ് കൈകൊണ്ട് ഞാൻ കുഴച്ചെടുക്കാറുള്ളത്. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ വൈകുന്നേരം ആയാലും അത് നല്ല സോഫ്റ്റോട് കൂടിയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചപ്പാത്തി പണി തുടങ്ങി. ചപ്പാത്തി ഉരുളയാക്കി പരത്തി മെല്ലേനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പരത്തി. ഞാനിവിടെ നല്ലോണം പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പരത്തുന്നത്. ചിലവർ തീരെ പൊടിയൊന്നും ഉപയോഗിക്കാതെ തന്നെ പരത്തും. പക്ഷേ എനിക്കത് പറ്റില്ല കേട്ടോ. പലരും പല രീതിയിലല്ലേ അല്ലേ. അങ്ങനെ ഇത് ഞാൻ ചുട്ടെടുക്കാൻ തുടങ്ങി. അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഫ്രൈ പാൻ ഞാൻ അടുപ്പത്തൊക്കെ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ കണ്ട, ഒരു 3 പ്രാവശ്യം മറിച്ചിടുമ്പോഴേക്കും ഇത് നല്ല ഫുൽക്ക പോലെ തന്നെ പൊന്തി വരും. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തു. അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഏതാണ്ട് ഒരേ ടൈമിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ വീഡിയോ ഇടുമ്പോൾ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം. രാവിലത്തെ എല്ലാ കാര്യങ്ങളും ചെടപ്പടേന്ന് പറഞ്ഞിട്ട് കഴിയും കേട്ടോ. കാരണം രാവിലെ മിക്കവരും എഴുന്നേറ്റ് വരുന്നത് വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മീൻ കറിയാണ് കേട്ടോ വെച്ചത്. പുതിയ അപ്പളക്കോര എന്നാണ് ഞങ്ങളുടെ അവിടെ ഈ മീനിന് പറയുക. മീൻ കറി നല്ല വറുത്തരച്ച് കുടംപുളി ഇട്ട് വെച്ച കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു പപ്പടം കാച്ചി. അത് കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ ഞാൻ മീൻ വറുക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. മീൻ വറുക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഉപ്പേരിയൊന്നും ഉണ്ടാക്കാറില്ല. ഐറ്റംസൊക്കെ ഞങ്ങളൊന്ന് കുറയ്ക്കും. ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പരിപാടികൾ വീണ്ടും തുടങ്ങും. വൈകുന്നേരം പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് പാല് കാച്ചും. പിന്നെ രാത്രിക്കലേക്ക് വേണ്ടിയിട്ട് ചോറൊന്ന് തിളപ്പിച്ച് ചുറ്റും. അത്രയും കാര്യങ്ങളേ ഉള്ളൂ വൈകുന്നേരം. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയാന്ന് വെച്ചെങ്കിൽ അതൊന്നും ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് ഞാൻ വെള്ളയപ്പമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് കുട്ടികൾക്ക്. അവർക്ക് വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് അതും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ കേട്ടോ. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.